ഓരോ പ്രസംഗങ്ങൾ നൗഷാദിൻ്റെത് കേൾക്കുമ്പോഴും നൗഷാദ് എന്തോ ഒരു വലിയ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു കുഴിയിൽ ചാടിക്കൊണ്ടേയിരിക്കുകയാണ്, മുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് നൗഷാദ്. ഓൻ്റെ ഓരോ പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ വലിയ ഒരു ആഴക്കുഴിയിൽ അവൻ മുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നതെന്ന് കേട്ടു നോക്കാം നമുക്ക്. മനസ്സിലായില്ല. അള്ളാഹു അവിടുത്തെ ഖബർ പ്രകാശിപ്പിക്കട്ടെ. ബന്റെ ദ്വായമാണല്ലോ ഇനി. ലോകർക്ക് പ്രകാശം തന്നെ കൊടുക്കുന്ന മഹാനാടോ ശൈഖ് മടവൂര്. പൊന്നാര നൗഷാദേ, മഹാനായ മടവൂർ സിയം വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അള്ളാഹു അവിടുത്തെ ഖബർ പ്രകാശിപ്പിക്കട്ടെ. മടവൂർ ശൈഖുനാന്റെ ഖബർ പ്രകാശിക്കണ്ടേ നൗഷാദേ? അപ്പോൾ ഒരാൾ പറയാണ് മഹാനായ മടവൂർ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലെങ്കിൽ നവ്വറല്ലാഹു മർഖദഹു, അതാണല്ലോ ഇവിടെ പ്രശ്നം പറഞ്ഞത്. നവ്വറല്ലാഹു മർഖദഹു, അള്ളാഹു അവിടുത്തെ ഖബർ പ്രകാശിപ്പിക്കട്ടെ. ഇനിയോ ചിലപ്പോൾ പറയുന്നത് ചെയ്യും ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ വലിയ മനുഷ്യന്റെ ആത്മാവിനെ അള്ളാഹു പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കട്ടെ. അങ്ങനെ പറയും. അദ്ദേഹത്തിലൂടെ പ്രകടമായ രഹസ്യങ്ങളെ അള്ളാഹു മഹത്വപ്പെടുത്തട്ടെ. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും അല്ലേ? അദ്ദേഹത്തിലൂടെ പ്രകടമായ രഹസ്യങ്ങളെ അള്ളാഹു മഹത്വപ്പെടുത്തട്ടെ, അങ്ങനെ പറയും. ഇനി നവ്വറല്ലാഹു മർഖദഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇവിടുത്തെ ഖബർ പ്രകാശിപ്പിക്കട്ടെ എന്ന് പറയും. ഇതൊക്കെ മഹാന്മാർക്ക് ഉപയോഗപ്പെടുത്തുന്ന വാക്കുകളല്ലേ, നല്ല നല്ല ആളുകൾക്ക് ഉപയോഗപ്പെടുത്തുന്ന വാക്കുകളല്ലേ. പിന്നെ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അനക്ക് എന്തെങ്കിലും ഇങ്ങനെ പറയണം, എന്തെങ്കിലും ഇങ്ങനെ പറയണം. ആ പറയാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുക. കല്ലൊന്നും കല്ലല്ല, അതൊക്കെ മണ്ണാണ് എന്ന് പറയാം, അല്ലെങ്കിൽ മണ്ണൊന്നും മണ്ണല്ല, അതൊക്കെ ചേറാണെന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താ നൗഷാദ് ചെയ്യുന്നത്? ഇതെന്താ ഇങ്ങനെ അയക്കണത്? പറ്റ നാസാകണത്. എനിക്കിപ്പോൾ ഇത് ശരിക്കും അറിയാലോ. ഏതായാലും ബാക്കി പറയട്ടോ. എന്നിട്ട് വേണോ അത്? അതാണ് പറയലേ, ഞങ്ങളെ ഉസ്താദാണ് തൽഖീൻ ചൊല്ലിക്കൊടുത്തത്. അതല്ലേ രസം. ഞങ്ങളെ ഉസ്താദാ തൽഖീൻ ചൊല്ലിക്കൊടുത്തതേ. ഞങ്ങളെ ഉസ്താദല്ലേ തൽഖീൻ ചൊല്ലിക്കൊടുത്തത്. അതല്ലേ രസം. എന്നിട്ട് ബാക്കി എന്താ എനിക്ക് പ്രശ്നം? ഞങ്ങളെ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവരുകൾ തൽഖീൻ ചൊല്ലി കൊടുത്തിട്ട് എന്നിട്ട് എന്താ എനിക്ക് ഉണ്ടായി? എന്താ മോനെ പറ്റിയത്? സഹിക്കണില്ലല്ലേ? ആ തൽഖീൻ വരെ വേണ്ട ആവശ്യമില്ലെന്നാ ഇതിലേക്ക് പറയട്ടോനെ. എന്താണോ തൽഖീനിലുള്ളത്? എന്താ തൽഖീനിലുള്ളത്? തൽഖീനിൽ കാര്യമായിട്ടൊന്നുമില്ല. എൻ്റെ സുലൈമാൻ ബാബ ജീവൻ പോകുമ്പോൾ തൽഖീനൊന്നും ചൊല്ലി കൊടുക്കണ്ട. എൻ്റെ മറ്റേ കോമാട്ടുചാലയിൽ അബ്ദുള്ള ജീവൻ പോകുമ്പോൾ തൽഖീനും ചൊല്ലി കൊടുക്കണ്ട. കാരണം എന്താ? അതിലെന്താ ഉള്ളത്? തൽഖീനിൽ എന്താണ് ഉള്ളത്? തൽഖീനൊന്നും ചൊല്ലി കൊടുക്കണ്ട. അവിടെ കൊണ്ടുപോയാണ്ട് ചേമ്പത്ത് കണ്ടാൽ നട്ടു പോന്നാൽ മതി. ചേമ്പത്ത് കണ്ടെന്നാല് നട്ടു പോന്നാൽ മതി, നട്ടുകണ്ട് പോന്നാൽ മതി. ഒന്നും വെച്ചാൽ തൽഖീനും ചൊല്ലി കൊടുക്കണ്ട. ഓൻ ചമ്മോ എൻ്റെ വഹാബിയാളപ്പുറത്തായല്ലേ പറ്റി. മലക്കുകൾ വരും. ജിബ്രീൽ ഖാദിമായ മഖാമാത്. ജിബ്രീൽ തഖദ്ദം എന്ന് പറയുന്ന ആളാണ് ശൈഖ് മടവൂർ. എന്ത് വിഡിത്താണ് ഈ കോന്തം പറയണേലേ. നോക്കാണ് നിങ്ങൾ. ജിബ്രീൽ ഖാദിമായ മഖാമാണ് ശൈഖ് മടവൂരിന്റെ മഖാമ്. ആയിക്കോട്ടെ ചങ്ങായെ, ജിബ്രീലല്ല ഖബറിൽ വരുന്നത്. ഖബറിൽ വരുന്നത് ജിബ്രീലല്ല. ആ ഖബറിൽ വരുന്ന മലക്കുകളെ പേരെങ്കിലും ഒന്ന് പഠിച്ചേക്കെ. മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഖബറിൽ വരിക. ഓരാണ് വരിക എന്ന് പഠിച്ച ചെയ്തിച്ചള. ഓല് രണ്ടാളുമാണ് ഖബറിൽ വരിക, അല്ല ജിബ്രീലല്ലേ വരിക. എന്നിട്ട് ഇവര് രണ്ടാളും വന്നിട്ടാണ് ചോദിക്കുന്നത്. ജിബ്രീൽ ഖിദ്മത്തിലുള്ള മഹാനാണ്. ഓരോട് പറയാണ് മലക്ക് വരും. മലക്ക് വന്നിട്ട് ചോദിക്കും, എന്ത് മൻ റബ്ബുക? അവങ്ങൾ പറഞ്ഞോളണം അല്ലാഹു റബ്ബീ. തലക്ക് തല്ലിട്ട് അത് കഴിച്ചിലായത് വല്ലേട്ടലായി പോയി. തിൽക്കീനെ വരെ കളിയാക്കുന്ന ചങ്ങായി. എൻ്റെ കോമാടൻ ജീവൻ പോയി കഴിഞ്ഞാൽ ഇനി നമുക്കവിടെ തിൽക്കീനൊന്നും ചെല്ലണ്ട.
അതേമാതിരി കോമാടൻ അബ്ദുള്ള ജീവൻ പോയാലും അതുപോലെ സുലൈമാൻ ബാബ ജീവൻ പോയാലും ഇനി ഇജന്നാണ് ജീവൻ പോയി നിൽക്കുക. എൻ്റെ അടുത്ത് വന്നിട്ട് ഇനി തെൽക്കീനൊന്നും ചെല്ലണ്ട, കുഞ്ഞേമതോ അതല്ലെങ്കിൽ മറ്റോനൊന്നും ജീവൻ പോയാൽ ഇനി തെൽക്കീനൊന്നും ചെല്ലണ്ട. കാരണം എന്താ, നിങ്ങൾ നേരെ അവിടെ പോകല്ലേ, നിങ്ങൾ നേരെ സ്വർഗത്തിക്കല്ലേ, അങ്ങോട്ട് ചെല്ലല്ലേ. അപ്പം അവിടെ തെൽക്കീനൊന്നും ചെല്ലണ്ട. തെൽക്കീനൊന്നും പറയണ്ട, അള്ള എന്ത് നബി എന്ത് എന്നൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അങ്ങോട്ട് ചെന്നാൽ മതി. നോക്കാണ് നിങ്ങൾ പൂർവീകരായ ആളുകൾ, നമ്മളെ സുന്നത്തമായത്തിൻ്റെ പണ്ഡിതന്മാർ എഴുതി വെച്ച സംഗതിയല്ലേ. സുന്നിയായ ഒരാൾ മരണപ്പെട്ടാൽ അവിടെ നമ്മൾ മുഖാമുഖം ആ മയ്യത്തിനോട് മുഖാമുഖം തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് അവിടെ നമ്മൾ സാധാരണ പൂർവീകരായ പണ്ഡിതന്മാരിങ്ങനെ ചൊല്ലിപ്പോരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മൻ അലൈഹാ ഫാൻ. അതിങ്ങനെ ചെല്ലണത് കേൾക്കുമ്പോൾ എന്തോ ഒരു വിഷമത്തിലും ദുഃഖത്തിലും അവിടെ ഇരിക്കണ നമ്മളില്ലേ. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് وما الحياة الدنيا إلا متاع الغرور يا عبد الله بنعمة الله اذكر العهد الذي كنت عليها في دار الدنيا وخرجت عليه إلى دار الآخرة كنت في حياتك تشهد أن لا إله إلا الله وتشهد أن محمد رسول الله وتشهد أن الموت حق وأن القبر حق وأن السؤال حق وأن منكرا ونكيرا ومسألتهما حق وأن الجواب حق وأن البعث حق وأن الحساب حق وأن الميزان حق وأن الصراط حق وأن الجنة حق وأن النار حق وأن شفاعة رسول الله صلى الله عليه وسلم حق وأن لقاء الله تبارك وتعالى حق وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. ലേ ഇതുപോലെ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. അല്ലാതെ കതുസിറുത്ത ബൈന തിബാഖി തറാവ ഫീ മഹല്ലത്തിൽ ഹൽക വബൈന അശാസാകിരിൽ മൗതാ إذا جاءك الملكان الكريمان الهائنان المسميان بك منكر ونكير عليهما من الله السلام. കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാവൂലേ. فإيقظاك وأجلساك ولا يروعك ولا يهولاك فإذا سألاك من ربك ومن نبيك وما دينك وما قبلتك وما إمامك ومن إخوانك ومن أخواتك فكلهما بلسان فصيح طلق ذلك بلا جزع ولا هلع فكلهما بنظر فقل الله ربي محمد ومحمد النبي والإسلام ديني والكعبة قبلتي والقرآن إمامي والمسلمون إخواني والمسلمات أخواتي ربي الله لا إله إلا هو عليه توكلت ورب العرش العظيم. ഇങ്ങനെ ചൊല്ലിയാണ്ട് പോണ ഒരു തെൽക്കീന് ഒരു മരിച്ചോടുത്ത് ചെല്ലണത് അത് പൂർവികരായ പണ്ഡിതന്മാർ എഴുതി വെച്ചാൽ ഞാൻ ചൊല്ലിയത് കുറെ ഇതുണ്ടാവും. കാരണം നമ്മളിങ്ങനെ കാണാതെ ആ ഓർമ്മയിൽ ഇങ്ങനെ ചൊല്ലല്ലേ. അപ്പോ അങ്ങനെ നമ്മളിങ്ങനെ ചൊല്ലിക്കൊടുക്കുക. ആ ചൊല്ലിക്കെടുക്കുന്ന അത് വേണ്ടോ തരപ്പോ. ഇപ്പോൾ വലിയ വലിയ ആൾക്കാർ മടവൂരിന് ചൊല്ലിക്കൊടുത്തത് ഇപ്പോൾ തെറ്റായിപ്പോയി ഓന്. കാരണം എന്താ, ഓന് മടവൂരിന് ചൊല്ലിക്കൊടുത്തത് തെറ്റായതല്ല വിഷയം. അവിടെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളാ ചൊല്ലിക്കൊടുത്തത്. ഇതാ ഓർമ്മപ്പെടുത്തുകയാണല്ലോ. ഇപ്പോൾ ഇത് ഓർമ്മപ്പെടുത്തുകയാണല്ലോ, ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ. ആ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, ഒരു തമ്പിയെ ചെയ്യാണ് ഇതൊക്കെ. അതാണ് പോന് വലിയ പ്രശ്നം. അത് കോമാടൻ അന്ന് കിട്ടിയിട്ടില്ലല്ലോ. കോമാടൻ അന്ന് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് ചൂണ്ടലിട്ടുകൊണ്ട് നടക്കുന്ന കാലല്ലേ. 10-35 കൊല്ലം മുന്നല്ലേ വഫാത്താണ്. 19-6 കൊല്ലം അതിന് വഫാത്തായിട്ട്.
അപ്പം ഇങ്ങനെ ഈ തോട്ടുകൂടി ചൂണ്ടലും പിടിച്ചിട്ട് കൊണ്ട് നടക്കുന്ന കാലല്ലേ. ഇപ്പോഴല്ലേ ഞങ്ങളാണ് ഷെയ്ഖുനാൻ്റെ ആൾക്കാർ എന്നാണ് വന്നത്. ഷെയ്ഖുനാൻ്റെ ആൾ യഥാർത്ഥത്തിൽ ആരാണ്? അത് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തന്നെ. അതിന് യാതൊരു അഭിപ്രായവും നൗഷാദ ഇല്ല. അതിന് എങ്ങനെ കടന്ന് ചത്തിട്ടും കാര്യമില്ല. ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടിരിക്കണം. അതിലൊന്നും ഒരു സംശയവും ഇല്ല. അതിന് എങ്ങനെ കടന്ന് മരിച്ചിട്ടും കാര്യമില്ല. ഇലാ യൗമിൽ ഖിയാമത്ത് നാൾ വരെ കാന്തപുരം ഉസ്താദിനെയും അനുയായികളെയും കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഇജ് ഇറങ്ങിയിട്ട് കാര്യമല്ല മോനെ. വിജയിക്കൂല, അത് വിജയിക്കൂല. കാരണം വിജയിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ പുറത്ത് കാണുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി.